ദേവനന്ദ വളരെ നന്നായിട്ട് പാടി. ബ്ലൂ കളറിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? പോസിറ്റിവിറ്റി പകരുന്ന കളറാണ് ബ്ലൂ എന്ന് പറയാം. അത് ഏത് ബ്ലൂ ആണ് പോസിറ്റീവ്? ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരുപാട് കളേഴ്സ്. ഹാപ്പി ബ്ലൂ. ദിസ് ഈസ് ദ ഹാപ്പി ബ്ലൂ. ഹാപ്പി ബ്ലൂ പോസിറ്റിവിറ്റി പകരുന്ന ഒരു കളറാണ് ഹാപ്പി ബ്ലൂ. മൊത്തം ഒരു പോസിറ്റിവിറ്റി ഇന്ന് ഫീൽ ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചേട്ടനും ചേച്ചിമാരൊക്കെ സ്റ്റാൻഡിങ് അപ്ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൂടുതൽ എന്താ വേണ്ടത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നമുക്ക് ചേട്ടനും ചേച്ചിമാരോട് തന്നെ ചോദിക്കാം. ഓക്കെ വിവേകേട്ടാ? വളരെ മനോഹരമായിട്ട് പാടി. ആ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കും തരുന്നതെന്നുള്ളത്. അത്ര മനോഹരമായിട്ട് പാടി. അത്ര ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ആ ഒരു ഓരോ സംഗതികളും എന്നൊക്കെ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ പറയണ അത്രയും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളാണ് അതിലുള്ളത് ആ പാട്ടിൽ. അപ്പോൾ അതൊക്കെ ആ കറക്റ്റ് ആ ഒരു രീതി തന്നെ പാടി. ഒരു മാറ്റവും ഒന്നും വന്നില്ല. നമുക്കിവിടെ കേട്ടാക്കയ്യോ അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്നൊരു തോന്നൽ പോലും വന്നിട്ടില്ല. അങ്ങനെ ഭയങ്കര വളരെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ ആ ഒരു സൗണ്ടും ആ ഒരു പാട്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതേ ഒരു വോയിസ് തന്നെ, ആ ഒരു വോയിസ് തന്നെ കീപ്പ് ചെയ്ത് പാടി. എന്തായാലും എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു ആ ഒരു പാട്ട് കേൾക്കാനായിട്ട്. ഇവിടെ നിന്ന് ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഓക്കെ അമ്മോ? വളരെ നന്നായിട്ട് പാടി. എന്താ പറയാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നന്നായിട്ട് പാടി. ഈ ഫസ്റ്റ് പെർഫോമൻസ് നമ്മൾ കലക്കൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. എൻഡിങ് വാസ് ഓസം. എൻഡിങ് കിടുക്കി കളഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല കമന്റ്സ് ആണ്. സൗഭാഗ്യ ചേച്ചി? സീരിയസ്ലി എനിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റ് കൈയടിച്ചത്. അത്രയ്ക്കും ഗംഭീരമായിട്ട് പാടി. ഞങ്ങളെല്ലാം ഇങ്ങനെ ഈ ആർട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് കലാകാരന്മാരുടെ സ്ഥാനം എപ്പോഴും ദൈവം ഓരോ ആൾക്കാരെ കയ്യിൽ ഏന്തി നിൽക്കുന്നു, കുറച്ച് പേരെ അടുത്ത് ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കലാകാരന്മാരെ ദൈവം തലയിലേറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് അത്രയും ഇഷ്ടമാണ് ആർട്ടിസ്റ്റിനെന്നാണ് പറയുന്നത്. സോ അത്രയും ഒരു ഗുഡ് സോൾ ഭഗവാൻ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു സോളാണ് ഈ മോളുടെ ഉള്ളിലുള്ളത്. അത് ഐ ക്യാൻ റിയലി ഫീൽ ഇറ്റ്. അത്രയും ഡിവൈൻ ആയിട്ടുള്ളൊരു സോൾ ആ വോയിസിലൂടെ ഇന്ന് പുറത്ത് എനിക്ക് കാണാൻ പറ്റി. അല്ലെങ്കിൽ നമുക്കൊരു സോൾ ടു സോൾ കണക്ഷൻ ഉണ്ടാവില്ലല്ലോ. ആ അത്രയും പ്യുവർ സോളിൻ്റെ ആ ഒരു എന്താ പറയുക വൈബ്രൻസ്, ആ ഒരു ഫീൽ മോളുടെ വോയിസിലൂടെ മോളുടെ സിംഗിങ്ങിലൂടെ എനിക്ക് അനുഭവപ്പെട്ടു. ഇറ്റ് വാസ് സോ ബ്രില്യൻറ്റ് മോള്. എനിക്ക് ശരിക്കും മോളെ ഒന്ന് ഇങ്ങനെ ബോ ചെയ്യാൻ തോന്നി. അത്രയ്ക്കും ഡിവൈൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അനുപങ്കിൾ ആൻഡ് ടീം, ഓർക്കസ്ട്ര ടീമിന് ഒരു ബിഗ് താങ്ക്സ്. ഇതിൽ ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു ഫീലാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ആൻഡ് മോൾക്ക് ഒരു കൊച്ചുകുട്ടിയല്ലേ, ഇപ്പോൾ ആ ഫീൽ എന്താണെന്നുള്ളത് ഓരോ വ്യക്തിയും ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴേ ശരിക്കും ആ ഫീൽ എന്താണ്. അല്ല ഇപ്പം നമ്മൾ ആക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ആക്ടിങ്ങിനൊരു പരിധിയുണ്ട്, അത്രേ എത്തുള്ളൂ. ഇപ്പോൾ വോയിസിലാണെങ്കിൽ തന്നെ നമ്മൾ എത്താൻ ശ്രമിച്ചാലും ആ ഫീൽ അറിഞ്ഞുകൂടെങ്കിലും കേട്ട് ഉള്ള ഒരു ജ്ഞാനത്തിലായിരിക്കും നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ മോള് ആ ഒരു ഫീൽ, ആ മാതൃത്വം, ആ വാത്സല്യം കൊച്ചുകുട്ടി ആയിട്ട് കൂടി എനിക്ക് തോന്നുന്നു ഒബ്സർവേഷൻ അല്ലെങ്കിൽ മോളുടെ അമ്മയെ എങ്ങനെയാണ് മോളെ കെയർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ വോയിസ്, ആ സിംഗിങ്ങിൽ ആ ഒരു വാത്സല്യം ഷുവറായിട്ടുണ്ടായിരുന്നു. ആ ഒരു എലിമെൻറ്റ്സ് നല്ലോണം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതെനിക്ക് എടുത്ത് പറയണം. അമ്മയും അച്ഛനും ഈക്വലി എൻജോയ് ചെയ്തു. പേരൻസിനോട് ചോദിക്കാം. അമ്മയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ലോകത്തിലെ അമ്മയ്ക്ക് പകരം വേറെ ഒന്നുമില്ല. അതേപോലെ എനിക്ക് തന്നൊരു നിധിയാണ് എൻ്റെ മോള്. ഒരു ബെസ്റ്റ് കോംപ്ലിമെന്റ് ആണ് ഒരു അമ്മയുടെ കിട്ടാന്നുള്ള. ലവ് യു മാം. ഞങ്ങൾ രണ്ടുപേരും നമ്മൾ നോക്കുമ്പോൾ അമ്മയാണ് മോളെ ഈ ഒരു ഫ്ലോറിലൊക്കെ എത്തിക്കുന്നതിലും ഈ ഒരു ഗ്രോത്തിൽ വളരെ ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡെഡിക്കേഷൻ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമൃത ടി വിയിലെ തന്നെ കഥയിലിത് ജീവിതം എന്ന പ്രോഗ്രാമിൽ വരുന്ന വിധുബാല മേഡം ആണ് ഈ പാട്ടിൽ വിഷുക്കണി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ. അപ്പോൾ അതും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണക്റ്റിംഗ് പോയിന്റ് ആണ്. യെസ്. അപ്പോൾ ഏതായാലും ജഡ്ജസിൻ്റെ നല്ല കമൻസിനും ഈ ഒരു നല്ല പാട്ട് മോള് നന്നായി പാടിയിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ദേവനന്ദ അടിപൊളി കമന്റ്സ് കിട്ടി. ഹാപ്പിയാണോ? പിന്നെ ഓക്കെ. അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. മോളെ സപ്പോർട്ട് ചെയ്യുന്ന മോള് വിട്ടുപോയതായിരിക്കും. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര്, അവരോട് താങ്ക്സ് പറയാനുണ്ട്. മോള് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്. നജ്മുക്ക, ഇർഫുക്ക, ഷാജോ ശങ്കൽ, എൻ്റെ പ്രിയപ്പെട്ട സന്ദീപ് അങ്കിൾ, പിന്നെ കീ ഫ്രെയിംസിൻ്റെ റാഫി അങ്കിൾ,
മണി അങ്കിൾ, മോഹൻ അങ്കിൾ, സുധി അങ്കിൾ, അങ്ങനെ കുറെ അങ്കിൾമാരുണ്ട്. വലിയ ലിസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു എപ്പിസോഡ് സ്പെഷ്യലായിട്ട് വെക്കേണ്ടിയിരിക്കും. വലിയ ലിസ്റ്റാണ്, തീരൂല. പിന്നെ CBSR എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് ബൈജു എഴുപുന്ന സാറാണ്. ഞാനും ഉണ്ട് ആ ഗ്രൂപ്പില്. അതെനിക്കറിയാം, ഞാൻ പറയാൻ വിട്ടുപോയി. വൈജു എഴുപുന്ന സാറ് ചേട്ടച്ചൻ എന്നാണ് വിളിക്കാറ്. ചേട്ടച്ചന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. ചേട്ടച്ചന് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എനിവേ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.